ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ രണ്ടാം ഘട്ടം ഇന്ന് വിധിയെഴുതും. കേരളത്തിലടക്കമുള്ള വിവിധ സംസ്ഥാനങ്ങളിലാണ് ആ വിധിയെഴുത്ത്. കേരളത്തിലെ വിവിധ ബൂത്തുകളിൽ രാവിലെ തന്നെ നീണ്ട നിരയാണ് അനുഭവപ്പെടുന്നത്. ചില മണ്ഡലങ്ങളിൽ വോട്ടിംഗ് യന്ത്രങ്ങളുടെ തകരാർ കാരണം വോട്ടെടുപ്പ് വൈകുന്നുണ്ട്. 20 ലോക്സഭാ മണ്ഡലങ്ങളിലായി 194 സ്ഥാനാർത്ഥികളാണ് ഇത്തവണ മത്സരിക്കുന്നത്. 2,77,49,159 വോട്ടർമാരാണ് ഇക്കുറി സംസ്ഥാനത്തുള്ളത്. രാവിലെ 7 മണി മുതൽ വൈകിട്ട് 6 വരെയാണ് വോട്ടെടുപ്പ്. 12 സംസ്ഥാനങ്ങളിലായി 89 സീറ്റുകളാണുള്ളത്. കേരളം, രാജസ്ഥാൻ, മണിപ്പൂർ, ത്രിപുര എന്നീ സംസ്ഥാനങ്ങളിലെ എല്ലാ സീറ്റും, കർണാടകയിലെ 14 സീറ്റുകളും ഔട്ടർ മണിപ്പൂരിലെ 13 സീറ്റുകളും രണ്ടാം ഘട്ടത്തിലെ വോട്ടെടുപ്പിൽ വരുന്നവയാണ്. 2019 ഈ 89 സീറ്റിൽ 61 എണ്ണവും NDA വിജയിച്ചത്. 23 സീറ്റുകൾ ഇന്ത്യ സഖ്യ പാർട്ടികളാണ് വിജയിച്ചത്. ശിവസേന 4 സീറ്റിലും BSP 1 സീറ്റിലും വിജയിച്ചു. 50.73% വോട്ടാണ് BJPക്ക് ലഭിച്ചത്. ഇന്ത്യ സഖ്യത്തിന് 41.94% വോട്ടും ലഭിച്ചു. BJPക്ക് മാത്രമായി 55 സീറ്റുകളാണ് ഇതിൽ ലഭിച്ചത്. കോൺഗ്രസിന് ആകെ ലഭിച്ചത് 18 സീറ്റുകൾ മാത്രമാണ്. മൊത്തം 1210 സ്ഥാനാർത്ഥികളാണ് മത്സരരംഗത്തുള്ളത്. 250 സ്ഥാനാർത്ഥികളിൽ കൂടുതൽ കേസ് നേരിടുന്ന സ്ഥാനാർത്ഥികളുള്ളത് കേരളത്തിലാണ്. 67 സ്ഥാനാർത്ഥികൾ ക്രിമിനൽ കേസ് നേരിടുന്നുണ്ട്. കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥികളാണ് കൂടുതൽ കേസുകളും നേരിടുന്നത്. മൊത്തം സ്ഥാനാർത്ഥികളിൽ 51% ക്രിമിനൽ കേസ് നേരിടുന്നവരാണ്. BJPയുടെ 31 സ്ഥാനാർത്ഥികളാണ് ക്രിമിനൽ കേസ് നേരിടുന്നവർ. CPMന് 4 സംസ്ഥാനങ്ങളിലായി 18 സ്ഥാനാർത്ഥികൾ ക്രിമിനൽ കേസ് നേരിടുന്നു. 74 സ്വതന്ത്രർക്കെതിരെയും ക്രിമിനൽ കേസുകളുണ്ട്. മൊത്തം 390 സ്ഥാനാർത്ഥികൾ കോടിപതികളാണ്. കർണാടകയിൽ നിന്ന് 80 പേരാണ് കോടിപതികളായിട്ടുള്ളത്. കേരളത്തിൽ 63 പേരും മഹാരാഷ്ട്രയിൽ 60 പേരുമാണ് കോടിപതികൾ. BJPക്കാണ് ഏറ്റവും കൂടുതൽ കോടിപതി സ്ഥാനാർത്ഥികളുള്ളത്. 64 പേരാണ് കോടീശ്വരന്മാരായി BJPയിലുള്ളത്. കോൺഗ്രസിൽ ഇത് 62 പേരാണ്. രണ്ടാം ഘട്ടത്തിലെ 2 സമ്പന്ന സ്ഥാനാർത്ഥികളിൽ 2 പേർ കോൺഗ്രസിൽ നിന്നുള്ളവരാണ്. 6 സ്വതന്ത്രർക്ക് സ്വത്തുക്കൾ ഒന്നുമില്ലെന്നാണ് വെളിപ്പെടുത്തിയിരിക്കുന്നത്. കോൺഗ്രസിന്റെ വെങ്കട്ടരമണ ഗൌഡയാണ് ഈ ഘട്ടത്തിലെ ഏറ്റവും സമ്പന്നൻ. 623 കോടിയാണ് ആസ്തി. മാണ്ഡിയിൽ നിന്നാണ് ഗൌഡ മത്സരിക്കുന്നത്. DK ശിവകുമാറിന്റെ സഹോദരൻ DK സുരേഷിന് 593 കോടിയുടെ ആസ്തിയുണ്ട്. ബംഗളൂരു റൂറലിൽ നിന്നാണ് മത്സരിക്കുന്നത്. ഹേമ മാലിനി മധുരയിൽ നിന്ന് മത്സരിക്കുന്നുണ്ട്. ഇവർക്ക് 279 കോടിയാണ് ആസ്തി. രണ്ടാം ഘട്ടത്തിൽ 100 വനിതാ സ്ഥാനാർത്ഥികളാണ് മത്സരിക്കുന്നത്. BJPക്കാണ് കൂടുതൽ വനിതാ സ്ഥാനാർത്ഥികളുള്ളത്. കേരളത്തിലാണ് കൂടുതൽ വനിതാ സ്ഥാനാർത്ഥികൾ. കേരളത്തിൽ ഏറ്റവും വലിയ മത്സരം നടക്കുന്നത് വയനാട്ടിലും തിരുവനന്തപുരത്തുമാണ്. വയനാട്ടിൽ രാഹുൽ ഗാന്ധി മത്സരിക്കുന്നുവെന്നതാണ് പ്രത്യേകത. അതുപോലെ തിരുവനന്തപുരത്ത് ശശി തരൂരിനെതിരെ കേന്ദ്രമന്ത്രി കൂടിയായ രാജീവ് ചന്ദ്രശേഖറാണ് മത്സരിക്കുന്നത്. മാണ്ഡ്യ, ജോധ്പൂർ, രാജ്നന്ദ്ഗാവ് എന്നിവയും പ്രധാനപ്പെട്ട പോരാട്ടം നടക്കുന്നവയാണ്. മാണ്ഡ്യയിൽ കുമാരസ്വാമിയാണ് മത്സരിക്കുന്നത്. ജോധ്പൂരിൽ കേന്ദ്രമന്ത്രി ഗജേന്ദ്ര സിംഗ് ഷെഖാവത്തും രാജ്നന്ദ്ഗാവിൽ ഭൂപേഷ് ബാഗലും മത്സരിക്കുന്നുണ്ട്. ഇക്കുറി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്ത് ഉപയോഗിക്കുന്നത് 30,238 ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രങ്ങളാണ്. ഏതെങ്കിലും യന്ത്രങ്ങൾക്ക് പ്രവർത്തന തകരാർ സംഭവിച്ചാൽ പകരം അതത് സെക്ടർ ഓഫീസർമാർ വഴി റിസർവ് മെഷീനുകൾ എത്തിക്കും. പ്രാഥമിക പരിശോധന, 3 ഘട്ട റാൻഡമൈസേഷൻ, മോക്ക് പോളിംഗ് എന്നിവ പൂർത്തിയാക്കി കുറ്റമറ്റതെന്ന് ഉറപ്പാക്കിയാണ് വോട്ടിംഗ് യന്ത്രങ്ങൾ പോളിംഗ് ബൂത്തുകളിൽ എത്തിച്ചിട്ടുള്ളത്. ഇന്ന് രാവിലെ 6-ന് പോളിംഗ് ബൂത്തുകളിൽ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുടെ സാന്നിധ്യത്തിൽ വീണ്ടും മോക്ക് പോൾ നടത്തി യന്ത്രങ്ങളുടെ സുരക്ഷിതത്വം ഉറപ്പാക്കിയ ശേഷമാണ് വോട്ടെടുപ്പ് ആരംഭിച്ചത്.